വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സിൻ്റെ ആദ്യ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സ് ആണ്. അപ്പോൾ എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്നറിയാം അല്ലേ? അതായത് മാക്രോ എന്ന് പറയുന്ന വാക്ക് രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് അറിയാം അല്ലേ? മാക്രോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് മാക്രോ എന്ന വാക്ക് രൂപം കൊള്ളുന്നത്. മാക്രോസ് എന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് ലാർജ് എന്നാണ്. The word macro is derived from the Greek term macros, which means larger. ഇതിൽ എന്താണ് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ മാക്രോ എക്കണോമിക്സ് ഡീൽസ് അഗ്രിഗേറ്റ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, മാക്രോ എക്കണോമിക്സ് ഡീൽസ് ദി എക്കോണമി ആസ് എ ഹോൾ. സമ്പദ് വ്യവസ്ഥയെ മുഴുവനായും, അല്ലെങ്കിൽ ദി മാക്രോ എക്കണോമിക്സ് റെപ്രസെന്റ്സ് ദി എക്കോണമി ആസ് എ ഹോൾ. സമ്പദ് വ്യവസ്ഥയെ മുഴുവനായും പ്രതിദാനം ചെയ്യുന്നതാണ് ഇത് മാക്രോ എക്കണോമിക്സ്. അപ്പോ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നീ രണ്ട് ബ്രാഞ്ചുകൾ ആദ്യമായിട്ട് സംയോജിപ്പിക്കപ്പെടുന്നത് പ്രൊഫസർ റാഗ്നർ ഫ്രിഷ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ്. The word microeconomics and macroeconomics are coined by Professor Ragnar Frisch in 1933. 1933 പ്രൊഫസർ റാഗ്നർ ഫ്രിഷ് ആണ് മാക്രോ എക്കണോമിക്സ് അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സ് എന്നീ ആ വേർഡുകളെ ആദ്യമായി സംയോജിപ്പിക്കുന്നത്. ഇനി എന്താണ് മാക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ ആ മാക്രോ എക്കണോമിക്സിന്റെ വ്യാപ്തി എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ആ മാക്രോ എക്കണോമിക്സിന്റെ എന്താണ് പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് കെ.ഇ. ബൗൾഡിംഗ് എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടാം. കെ.ഇ. ബൗൾഡിംഗ് ഡിഫൈൻസ് മൈക്രോഎക്കണോമിക്സ് ആസ് microeconomics deals not with individual quantities but with aggregates of these quantities, not with individual income but with national income, not with individual prices but with price levels, not with individual output but with national output. Macroeconomics എന്തെല്ലാം കൈകാര്യം ചെയ്യുന്നു, എന്തല്ല എന്ന് പറഞ്ഞു? Macroeconomics not with individual quantities, അല്ലെ? വ്യക്തിഗത അളവുകളല്ല പ്രതിപാദിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ എന്താണ്? ബട്ട് വിത്ത് അഗ്രഗേറ്റ്സ് ഓഫ് ദീസ് ക്വാണ്ടിറ്റീസ്, ഈ അളവുകളുടെ മൊത്തത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്, മൊത്തം അളവുകളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ നോട്ട് വിത്ത് ഇൻഡിവിജ്വൽ ഇൻകം, വ്യക്തിഗത വരുമാനങ്ങളെയല്ല, ബട്ട് വിത്ത് നാഷണൽ ഇൻകം, അല്ലെ? ദേശീയ വരുമാനത്തെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിദാനം ചെയ്യുന്നത്. അതുപോലെ നോട്ട് വിത്ത് ഇൻഡിവിജ്വൽ പ്രൈസസ്, വ്യക്തിഗത വിലകളല്ല, ബട്ട് വിത്ത് പ്രൈസ് ലെവൽസ്, വില നിലവാരങ്ങളാണ്. അതുപോലെ നോട്ട് വിത്ത് ഇൻഡിവിജ്വൽ ഔട്ട്പുട്ട് ബട്ട് വിത്ത് നാഷണൽ ഔട്ട്പുട്ട്, വ്യക്തിഗത ഉൽപ്പന്നങ്ങളല്ല, മറിച്ച് എന്താണ്? ദേശീയ ഉൽപ്പന്നത്തെയാണ്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, മാക്രോ എക്കണോമിക്സ് ഡീൽസ് നോട്ട് വിത്ത് ഇൻഡിവിജ്വൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ബട്ട് വിത്ത് അഗ്രഗേറ്റ്സ് ഓഫ് ദീസ് ഫാക്ട്സ്, അല്ലെ? ഈ വസ്തുക്കളുടെ അഗ്രഗേറ്റ്സുകളെയാണ് എന്ത് പ്രതിദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് കൈകാര്യം ചെയ്യുന്നത്? മാക്രോ എക്കണോമിക്സ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സിനെ നമുക്ക് മറ്റൊരു പേരിൽ കൂടി വിശേഷിപ്പിക്കാവുന്നതാണ്. മാക്രോ എക്കണോമിക്സ് ഈസ് അതർവൈസ് നോൺ ആസ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് ഓർ ഇൻകം തിയറി, അല്ലെ? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ എന്താണ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നും മൊത്ത സാമ്പത്തിക ശാസ്ത്രമെന്നും അതുപോലെ തന്നെ വരുമാന സിദ്ധാന്തം ഇൻകം തിയറി എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, മാക്രോ എക്കണോമിക്സ് ഈസ് അതർവൈസ് നോൺ ആസ് ഇൻകം തിയറി, microeconomics is otherwise known as price theory, അല്ലെ? at the same time macroeconomics is known as income theory. macroeconomicsനെ വരുമാന സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം വരുമാന സംബന്ധമായ കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സിൽ നമ്മൾ പ്രതിപാദിക്കപ്പെടുന്നത്, അല്ലെ? അപ്പോ എന്താണ് മാക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ കണ്ട കാര്യമാണ്, അല്ലെ? മാക്രോ എക്കണോമിക്സ് ഡീൽസ് ദി അഗ്രഗേറ്റ്സ്, അല്ലെ? അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് റെപ്രസെന്റ്സ് ദി എക്കോണമി ആസ് എ ഹോൾ. സമ്പദ് വ്യവസ്ഥയെ മുഴുവനായും പ്രതിദാനം ചെയ്യുന്നതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെ? വിശാലമായി കാണുന്നു, അല്ലെ? വിശാലമായ വിപുലമായ കാഴ്ചപ്പാട് ആണ് അതിനുള്ളത്, മാക്രോ എക്കണോമിക്സിനുള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ഇനി എന്തൊക്കെയാണ് ഈ മാക്രോ എക്കണോമിക്സിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം,
അല്ലെ സ്കോപ്പ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഡീൽസ് ദി തിയറി ഓഫ് നാഷണൽ ഇൻകം അല്ലെ, ദേശീയ വരുമാന സിദ്ധാന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ രണ്ടെന്ന് പറയുന്നത് തിയറി ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ, തൊഴിൽ സിദ്ധാന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ മൂന്ന് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ, പണപ്പെരുപ്പം അതുപോലെ തന്നെ പണച്ചുരുക്കം എന്നീ സിദ്ധാന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ നാലെന്ന് പറയുന്നത് തിയറി ഓഫ് ട്രേഡ് സൈക്കിൾ, വ്യാപാര ചക്ര സിദ്ധാന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ അഞ്ച് എന്ന് പറയുന്നത് തിയറി ഓഫ് മോണിറ്ററി പോളിസി ആൻഡ് ഫിസ്ക്കൽ പോളിസി, നാണ്യനയവും അതുപോലെ തന്നെ ധനനയവും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ആറ് എന്ന് പറയുന്നത് തിയറി ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച സിദ്ധാന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏഴാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, അന്താരാഷ്ട്ര വ്യാപാര സിദ്ധാന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വ്യാപ്തി അല്ലെ. വിശാലമായ ഒരു വീക്ഷണഗതി ആണ് ഏതിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും, മാക്രോ എക്കണോമിക്സിൽ വരുന്നതെന്ന് കാണാൻ കഴിയും അല്ലെ. ദേശീയ വരുമാനങ്ങളെ കുറിച്ചും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ കുറിച്ചും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയിലുള്ള തൊഴിലിനെ കുറിച്ചും അതിന്റെ വ്യാപ്തിയെ കുറിച്ചും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ ഏതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതിൽ പ്രതിപാദിക്കുന്നുണ്ട്, മാക്രോ എക്കണോമിക്സിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്, ദ സ്കോപ്പ് ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലെ. വളരെ വിശാലമായിട്ടുള്ള വ്യാപ്തി അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഏതിനുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും, മാക്രോ എക്കണോമിക്സിനുള്ളത് എന്ന് പറയാൻ പറ്റും അല്ലെ. എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ വസ്തുതകളെയും കൂടുതൽ വിശാലമായി കാണുന്നു. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്, ഇമ്പോർട്ടൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്. എന്തൊക്കെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രാധാന്യം എന്ന് നോക്കാം. അതായത് ദി മാക്രോ എക്കണോമിക്സ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി. ഇത് സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്താണ്? ഇറ്റ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ദി ഫങ്ഷനിങ് ഓഫ് ദി ഇക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായകമാണ്. രണ്ട് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ കമ്പാരിസൺ ഓഫ് വേരിയസ് ഇക്കോണമീസ്, വിവിധങ്ങളായ സമ്പദ് വ്യവസ്ഥകളെ താരതമ്യം ചെയ്യുന്നതിന് സഹായകമാണ്. എന്താണ്? ഹെൽപ്ഫുൾ ഇൻ കമ്പാരിസൺ ഓഫ് വേരിയസ് ഇക്കോണമീസ്, വിവിധ സമ്പദ് വ്യവസ്ഥകളുടെ അല്ലെങ്കിൽ വിവിധ സമ്പദ് വ്യവസ്ഥകളെ താരതമ്യം ചെയ്യുന്നതിന് സഹായകമാണ്. അടുത്തത് യൂസ്ഫുൾ ഇൻ പ്ലാനിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അല്ലെ, ആസൂത്രണത്തിനും അതുപോലെ തന്നെ അത് മുൻകൂട്ടി കണക്കാക്കുന്നതിനും ഉപയോഗപ്രദമാണ്. അടുത്തതെന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ സ്റ്റഡിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ഇക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് സഹായകരമാണ്. എന്താണ്? ഹെൽപ്ഫുൾ ഇൻ സ്റ്റഡിങ് ഫ്ലക്ച്വേഷൻസ് ഇൻ ദി ഇക്കോണമി, സമ്പദ് വ്യവസ്ഥയുടെ വ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് സഹായകമാണ്. അതുപോലെ ഹെൽപ്ഫുൾ ഇൻ സ്റ്റഡിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനവും അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സഹായകരമാണ്. അതുപോലെ ഹെൽപ്ഫുൾ ഇൻ ദി ഫോർമുലേഷൻ ഓഫ് ഇക്കണോമിക് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, നയങ്ങളുടെയും അതുപോലെ തന്നെ പരിപാടികളുടെയും രൂപീകരണത്തിന് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം സഹായകരമായി മാറാറുണ്ട് അല്ലെ. അപ്പോ എന്തൊക്കെയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രാധാന്യങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എന്താണ്, സമ്പദ് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ തന്നെ വിവിധ സമ്പദ് വ്യവസ്ഥകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനും അതുപോലെ തന്നെ നയരൂപീകരണത്തിനും അതിന്റെ മുൻകൂട്ടി കണക്കാക്കുന്നതിനും അതുപോലെ തന്നെ സമ്പദ് വ്യവസ്ഥയുടെ വ്യതിയാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയും വികസനത്തെയും കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങളും പരിപാടികളും രൂപം കൊള്ളുന്നതിനെ കുറിച്ചും മനസ്സിലാക്കാൻ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം നമ്മെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് അതിൻ്റെതായ പ്രാധാന്യവും നിലനിൽക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വ്യാപ്തി എന്താണെന്ന് കണ്ടു, അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് എന്തെല്ലാം പ്രാധാന്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തായിരുന്നു ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് കാരണമായി മാറിയ ഘടകം എന്നതാണ് അല്ലെ. എമർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം അല്ലെ. അപ്പോൾ ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം പ്രധാനമായിട്ടും പ്രശസ്തമാകുന്നതും ആവിർഭവിക്കപ്പെടുന്നതും ആധുനിക സാമ്പത്തിക ശാസ്ത്രകാരനായ ജോൺ മെയ്നാർഡ് കെയ്ൻസുമായി ബന്ധപ്പെട്ടതാണ്
Macroeconomics is emerged and popularized by the modern economist John Maynard Keynes through his famous book The General Theory of Employment, Interest and Money in 1936. 1936 ആധുനിക സാമ്പത്തിക ശാസ്ത്രകാരനായ ജോൺ മെയ്നാർഡ് കെയ്ൻസ് തന്റെ പ്രശസ്തമായ ബുക്കിന്റെ പേര് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ബുക്ക് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തോടു കൂടിയാണ് ആധുനിക ലോകത്തിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടാകുന്നതും അത് വളരെയധികം പ്രശസ്തമായി മാറുന്നതും. എന്നാൽ അതുവരെ എങ്ങനെയായിരുന്നു സാമ്പത്തിക ലോകമെന്ന് നമുക്ക് നോക്കാം. അതായത് 1930 വരെയും സാമ്പത്തിക ലോകം എന്ന് പറയുന്നത് പൗരാണിക സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിരുന്നു. എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ പൂർണ്ണ തൊഴിൽ ഉണ്ടാകുമെന്ന ആശയത്തിൽ അധിഷ്ഠിതമായിരുന്നു സാമ്പത്തിക ലോകം. ഏത് കാലഘട്ടം വരെയാണ് പറഞ്ഞത്? 1930 വരെ. എന്താ ഈ 1930 പ്രത്യേകത എന്നാണ് നമുക്ക് നോക്കാനുള്ളത്, അല്ലെ? എന്താ 1930 പ്രത്യേകത? അതായത് മഹാമാന്ദ്യ കാലയളവായിട്ടാണ് ഈ 1930 നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെ? ദി ഗ്രേറ്റ് ഡിപ്രഷൻ, അല്ലെ, occurs in 1930s. 1930കളിലാണ് മഹാമാന്ദ്യം ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നത് 1929 അമേരിക്കൻ ഇക്കോണമിയിലാണ്, അല്ലെ? അത് ലോകമൊക്കെയും വ്യാപിക്കുകയുണ്ടായി. അപ്പോ 1930കളിൽ ഉണ്ടായ ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ക്ലാസിക്കൽ സിദ്ധാന്തത്തെ തെറ്റാണെന്ന് തെളിയിക്കുകയുണ്ടായി, അല്ലെ? ദി ക്ലാസിക്കൽ തിയറി വാസ് പ്രൂവ്ഡ് റോങ് ബൈ ദി ഗ്രേറ്റ് ഡിപ്രഷൻ ഇൻ 1930s. 1930 ഉണ്ടായ മഹാമാന്ദ്യം ക്ലാസിക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക്കൽ സങ്കല്പം തെറ്റാണെന്ന് തെളിയിക്കുകയുണ്ടായി. എന്താ ക്ലാസിക്കൽ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, ദി ക്ലാസിക്കലിസ്റ്റ് ആർഗ്യൂഡ് ദാറ്റ് a free and unregulated economy will attain equilibrium and reaches in full employment. സ്വതന്ത്രവും നിയന്ത്രണരഹിതവുമായ ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും സന്തുലിതാവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ ആ സമ്പദ് വ്യവസ്ഥ എന്ത് ചെയ്യുന്നു? പൂർണ്ണ തൊഴിൽ എത്തിച്ചേരുകയും അല്ലെങ്കിൽ പൂർണ്ണ തൊഴിൽ കൈവരിക്കുകയും ചെയ്യും. ഇതാണ് ക്ലാസിക്കൽ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെ? ഇനി താൽക്കാലികമായ അസന്തുലിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യും? അത് സമ്പദ് വ്യവസ്ഥയിലെ തന്നെ ചോദന പ്രധാന ശക്തികളാൽ പരിഹരിക്കപ്പെടും. A temporary disequilibrium will automatically corrected by the market forces of demand and supply. അല്ലെ, താൽക്കാലികമായ അസന്തുലിതാവസ്ഥ ഉടലെടുത്താൽ പോലും അവിടെ കമ്പോളത്തിൽ നിലനിൽക്കുന്ന ചോദന പ്രധാന ശക്തികളാൽ അത് വീണ്ടും പഴയ രൂപത്തിലാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ദി ക്ലാസിക്കലിസ്റ്റ് ബിലീവ്ഡ് ആൻഡ് ആർഗ്യൂഡ് ഫോർ ലേസർ പോളിസി. അല്ലെ, ക്ലാസിക്കലിസ്റ്റുകൾ എന്തിൽ വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി വാദിച്ചു? ലേസർ തിയറിക്ക് വേണ്ടിയാണ് വാദിച്ചത്. എന്താ അതിൽ പറയുന്നത്? which deals least government intervention. അല്ലെ, ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാത്ത, അതായത് എക്കണോമിക് ആക്ടിവിറ്റികളിൽ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ ഇല്ലാത്തതും, അല്ലെ, all economic activities are operated by the market forces of demand and supply. എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും കമ്പോളത്തിലെ ചോദന പ്രധാന ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥ. അതാണ് ആര് വിഭാവനം ചെയ്യുന്നത്? ക്ലാസിക്കലിസ്റ്റുകൾ വിഭാവനം ചെയ്യുന്നത്, അല്ലെ? അത് ഏത് കാലഘട്ടം വരെയും ആ ചിന്താഗതി തുടർന്നു പോയി. 1930 കാലഘട്ടം വരെയും ഈ അവസ്ഥ തുടർന്നു പോയി, അല്ലെ? എന്നാൽ 1930കളിൽ ഉടലെടുത്ത, അല്ലെ, എന്ന് പറഞ്ഞാൽ തുടക്കം കുറിച്ചത് അമേരിക്കയിൽ 1929 അതിന്റെ കാലയളവ് 33 വരെ പല രാജ്യങ്ങളിലായി തുടർന്നു പോയി, അല്ലെ? അപ്പൊ ഈ കാലഘട്ടത്തിനിടയിൽ ഓരോ സമ്പദ് വ്യവസ്ഥയിലും ഉടലെടുത്ത രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യവും ഒക്കെ തന്നെ ക്ലാസിക്കൽ ചിന്താഗതികൾ തെറ്റാണെന്ന് തെളിയിച്ചു, അല്ലെ? ഈ സാഹചര്യത്തിൽ സാമ്പത്തിക ലോകത്തിൽ പുതിയൊരു ആശയം അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യുന്നതിനുള്ള ഒരു പരിഹാര മാർഗം ആവശ്യമായി വന്നു, അല്ലെ? അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? This gap was filled by John Maynard Keynes through his famous book General Theory of Employment, Interest and Money. അല്ലെ, ഈ ഗ്യാപ്പിനെ ആര് ഫില്ല് ചെയ്യപ്പെട്ടു? ജോൺ മെയ്നാർഡ് കെയ്ൻസ്. മോഡേൺ എക്കണോമിസ്റ്റ് ആയ ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തു.
ഏതിലൂടെ? അദ്ദേഹത്തിന്റെ പ്രശസ്ത ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ അല്ലെ. ബുക്കിന്റെ പേര് എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ തിയറിയിലൂടെ അദ്ദേഹം ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. The economy will attain equilibrium even less than full employment. പൂർണ്ണ തൊഴിൽ സാഹചര്യത്തെക്കാൾ കുറഞ്ഞ അവസ്ഥയിൽ പോലും സമ്പദ് വ്യവസ്ഥയിൽ എന്തുണ്ടാകാം? സമതുലിതാവസ്ഥ ഉണ്ടാകാം, ഇക്വിലിബ്രിയം ഉണ്ടാകാം അല്ലെ. ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം അല്ലെ. ഈ സിറ്റുവേഷനെ കെയ്ൻസ് വിളിച്ചത്, കെയ്ൻസ് കോൾഡ് ദിസ് സിറ്റുവേഷൻ ആസ് അണ്ടർ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം. ഈ അവസ്ഥയെ കെയ്ൻസ് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: അപൂർണ തൊഴിൽ സമതുലിതാവസ്ഥ. പൂർണ്ണ തൊഴിൽ ഇല്ലാത്ത അവസ്ഥയിലും ഉണ്ടാകുന്ന സമതുലിതാവസ്ഥ. അപൂർണ തൊഴിലിൽ പോലും സമ്പദ് വ്യവസ്ഥയിൽ ഇക്വിലിബ്രിയം ഉണ്ടാകാം അല്ലെ. അവിടെ എന്തുണ്ടാകണമെന്ന് നിർബന്ധമില്ല, പൂർണ്ണ തൊഴിൽ സംജാതമാകണമെന്ന് നിർബന്ധമില്ല അല്ലെ. കെയ്ൻസിന്റെ ഈ സിദ്ധാന്തം സാമ്പത്തിക ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ സാമ്പത്തിക ചിന്താ മണ്ഡലത്തിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് കാരണമായി അല്ലെ. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലിസ്റ്റുകളുടെ വാദഗതി എന്ന് പറയുന്നത് JB സേ എന്ന എക്കണോമിസ്റ്റിന്റെ ലോ ഓഫ് മാർക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അല്ലെ. ജോൺ ബാപ്റ്റിസ്റ്റ് സേയുടെ ലോ ഓഫ് മാർക്കറ്റിലൂടെയാണ് ക്ലാസിക്കലിസ്റ്റുകൾ ഫുൾ എംപ്ലോയ്മെന്റ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അല്ലെ. അതിൽ പറയുന്ന കാര്യം ഇതാണ്, JB സേയുടെ ലോ ഓഫ് മാർക്കറ്റിൽ പറയുന്ന കാര്യം ഇതാണ്: സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. പ്രധാനം അതിന്റെ തന്നെ ചോദനത്തെ സൃഷ്ടിക്കും അല്ലെ. അപ്പോ ഒരു വസ്തുവിന്റെ ചോദനം സൃഷ്ടിക്കപ്പെടുന്നത് പ്രധാനം എത്രയാണോ അത് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു എക്കോണമിയിൽ എത്രത്തോളം ഉൽപാദനം നടക്കുന്നുണ്ടോ അത്രത്തോളം സാധനങ്ങൾക്ക് ജനങ്ങളാൽ അല്ലെങ്കിൽ ഉപഭോക്താക്കളാൽ ചോദനവും സൃഷ്ടിക്കപ്പെടുന്നു അല്ലെ. whatever is produced in an economy that is demanded by the consumer or by the buyers അല്ലെ. അവിടെ ഒരു ഇക്വാലന്റ് ഇൻകം ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എന്തു ചെയ്യാൻ പറ്റും? എത്രത്തോളം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാലും അത്രത്തോളം സാധനങ്ങൾക്കും എന്ത് ചെയ്യും? ചോദനമുണ്ടാകുമെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ വന്നാൽ അവിടെ എന്തുണ്ടാകില്ല? there is no possibility of general over production or under production. അവിടെ അമിതോൽപാദനത്തിന്റെയോ അല്പോൽപാദനത്തിന്റെയോ ആയ യാതൊരുവിധ സാഹചര്യങ്ങളും അവിടെ സംജാതമാകില്ല. എന്നാൽ അവസ്ഥയല്ല 1930 എത്തിയപ്പോൾ നമ്മൾ കണ്ടത് അല്ലെ. സമ്പദ് വ്യവസ്ഥയിലാകമാനം രൂക്ഷമായ തൊഴിലില്ലായ്മയുണ്ടായി, ജനങ്ങൾ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി അല്ലെ. ആ സാഹചര്യത്തിലാണ് ജോൺ മെയ്നാർഡ് കെയ്ൻസ് 1936 തന്റെ പ്രസിദ്ധമായ ബുക്കുമായി മുന്നോട്ട് വന്നത് അല്ലെ. ആ ബുക്കിന്റെ പ്രസിദ്ധീകരണം, ദി പബ്ലിക്കേഷൻ ഓഫ് കെയ്ൻസ് ബുക്ക് ക്രിയേറ്റ് എ റെവല്യൂഷൻ ഇൻ ദി റിലം ഓഫ് ഇക്കണോമിക് തോട്ട് അല്ലെ. ആ ബുക്കിന്റെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അതിന്റെ ചിന്താഗതികൾ എന്ത് ചെയ്തു? സാമ്പത്തിക മണ്ഡലത്തിൽ തന്നെ, സാമ്പത്തിക ലോകത്തിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് കാരണമായി മാറി അല്ലെ. ദിസ് റെവല്യൂഷൻ ഈസ് പോപ്പുലർലി നോൺ ആസ് കെയ്നീഷ്യൻ റെവല്യൂഷൻ. ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? കെയ്നീഷ്യൻ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ. അപ്പോൾ അവിടെ പുതിയൊരു ആശയം നമ്മൾ പരിചയപ്പെട്ടു, കെയ്നീഷ്യൻ റെവല്യൂഷൻ അല്ലെ. കെയ്ൻസിന്റെ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ അന്ധകാരത്തിൽ അകപ്പെട്ട സാമ്പത്തിക ലോകത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു അല്ലെ. ഇതായിരുന്നു എന്തെന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവത്തിന് കാരണമായ ഘടകവും. അതുകൊണ്ട് തന്നെ ജോൺ മെയ്നാർഡ് കെയ്ൻസിനെ മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദറായി നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്നു അല്ലെ. ജോൺ മെയ്നാർഡ് കെയ്ൻസ് ഈസ് കൺസിഡർഡ് ആസ് ദി ഫാദർ ഓഫ് മോഡേൺ മാക്രോ ഇക്കണോമിക്സ്. മനസ്സിലായി കാണുമല്ലോ. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെ. ആ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് KE ബൗൾഡിംഗ് നൽകിയ ഒരു ഡെഫിനിഷൻ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അല്ലെ. ആ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇൻകം തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നതായി നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ ആ മാക്രോ എക്കണോമിക്സിന്റെ വ്യാപ്തി, എത്രത്തോളം പരപ്പ്, എത്രത്തോളം വിശാലമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ സ്കോപ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, സാമ്പത്തിക ലോകത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എന്തിനെല്ലാം വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം, അതിന് പങ്കുവഹിച്ച ശാസ്ത്രകാരൻ. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. തുടർന്നുള്ള കാര്യങ്ങൾ
നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ.